ചുരുങ്ങിയ ചിലവിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തെ കിണർ എങ്ങനെ റീചാർജ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതൊരു കോൺക്രീറ്റ് വീടാണ്. കോൺക്രീറ്റ് വീടിൻ്റെ റൂഫിൽ മേൽപ്പുരയിൽ പെയ്യുന്ന മഴവെള്ളത്തെ പൈപ്പ് വഴി ഒരു ഫിൽറ്റർ ടാങ്കിലേക്ക് കണക്റ്റ് ചെയ്യുകയും ആ ഫിൽറ്റർ ടാങ്കിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത വെള്ളം കിണറിലേക്ക് റീചാർജ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഫിൽറ്റർ ടാങ്കിൽ ഉപയോഗിക്കുന്നത് മണൽ, കരി, ചരൽ എന്നിവ നിറച്ച മിശ്രിതമാണ്. ഇത് ടാങ്കിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവോ സ്ഥലത്ത് മാത്രമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിലൂടെ കടത്തിവിട്ടാൽ മഴവെള്ളം ഫിൽറ്റർ ആവുകയും ആ മഴവെള്ളത്തെ കിണറുകളിലേക്കോ അതുപോലെ കുഴൽ കിണറുകളിലേക്കോ റീചാർജ് ചെയ്യാവുന്നതാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പകരം ഓടുമേഞ്ഞതോ ഷീറ്റ് മേഞ്ഞതോ ആയ കെട്ടിടങ്ങളിൽ നിന്നും ഇതുപോലെ റീചാർജ് ചെയ്യാം. അപ്പോൾ മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള പാത്തി ഘടിപ്പിക്കുകയും ആ പാത്തി വഴി സംഭരിക്കുന്ന മഴവെള്ളത്തെ റീചാർജ് കിണറുകളിലേക്ക് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഓലമേഞ്ഞതോ പുല്ലുമേഞ്ഞതോ ആസ്ബസ്റ്റോസ് ഷീറ്റ് മേഞ്ഞതോ ആയ കെട്ടിടങ്ങൾ ഇത്തരത്തിലുള്ള റീചാർജ് പദ്ധതികൾക്ക് അനുയോജ്യമല്ല. മഴയ്ക്ക് മുമ്പായി ടെറസ് അല്ലെങ്കിൽ മേൽക്കൂര എപ്പോഴും വൃത്തിയാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫിൽറ്റർ ടാങ്കിലേക്ക് വരുന്ന പൈപ്പ് കണക്ഷനിൽ ഒരു വാൽവ് ഘടിപ്പിച്ച് ആദ്യത്തെ മഴവെള്ളം നമുക്ക് കിണറിലേക്ക് പോകാതെ പുറത്തേക്ക് കളയാൻ സാധിക്കും. അതിനുശേഷം വാൽവ് ക്ലോസ് ചെയ്താൽ പിന്നീട് പെയ്യുന്ന മഴവെള്ളത്തെ പൂർണ്ണമായും കിണറുകളിലേക്ക് റീചാർജ് ചെയ്യാനും സാധിക്കും. കൃത്രിമമായി ജലസംഭോഷണം നടത്തുന്നതിന് വിവിധ രീതികൾ ഇന്ന് നിലവിലുണ്ട്. മഴക്കുഴികൾ, റീചാർജ് പിറ്റുകൾ തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. എന്നാൽ മഴക്കുഴികളും റീചാർജ് പിറ്റുകളും സ്ഥാപിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി നോക്കേണ്ടതാണ്. കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലും കിണറുകൾ ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും മഴക്കുഴികളും റീചാർജ് പിറ്റുകളും സ്ഥാപിക്കുന്നത് അപകടകരമാണ്. അതേസമയം കിണറുകളിലേക്കോ കുഴൽ കിണറുകളിലേക്കോ നേരിട്ട് ഇത്തരത്തിൽ റീചാർജ് ചെയ്യുന്നത് ഏത് സ്ഥലത്തും അനുയോജ്യമാണ്. ഇത്തരം കിണർ റീചാർജുകൾ ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. അതായത് ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളും അല്ലെങ്കിൽ കെട്ടിടങ്ങളും ഒരേ സമയം റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഭൂജലവിതാനം ആ പ്രദേശത്തെ ഉയർത്തുന്നതിന് എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ഒരു വ്യക്തി മാത്രം റീചാർജ് ചെയ്യുമ്പോൾ ജലവിതാനം ഉയരുന്നതിന് കാലതാമസം എടുക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇത്തരം കിണർ റീചാർജുകളോ റീചാർജ് പിറ്റുകളോ ഒക്കെ സ്ഥാപിക്കാൻ ഭൂജല വകുപ്പിന് സ്വന്തമായി പ്ലാൻ ഫണ്ടുണ്ട്. അപ്പോൾ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഭൂജല വകുപ്പ് ഇത്തരം നിർമ്മിതികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് പഞ്ചായത്തിൻ്റെ സബ്സിഡിയോടുകൂടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യാവുന്നതാണ്. ഇത്തരം റീചാർജ് പദ്ധതികളെക്കുറിച്ചോ മറ്റേതെങ്കിലും ഭൂജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിയുന്നതിന് കണ്ണൂർ ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്.